പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 25 ബുധൻ. പ്രധാന വാർത്തകൾ. ബൗഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിലേക്ക് പ്ലേറ്റ്ലെറ്റുകൾ ദാനം ചെയ്യണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. വിവിധ രോഗികൾക്ക് പ്ലേറ്റ്ലെറ്റുകൾ അടിയന്തരമായി ആവശ്യമായി വന്ന സാഹചര്യമാണുള്ളത്. പ്രതിദിനം 12 പ്ലേറ്റ്ലെറ്റ് ദാതാക്കളെയാണ് ആവശ്യം വന്നത്. പ്ലേറ്റ്ലെറ്റുകൾ ദാനം ചെയ്യാൻ താൽപ്പര്യമുള്ളവർ 94555648 എന്ന വാട്സപ്പ് നമ്പർ വഴി ബന്ധപ്പെടണമെന്നും ബൗഷർ ബ്ലഡ് ബാങ്ക് അധികൃതർ അറിയിച്ചു. നേരിട്ട് ബൗഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ എത്തി രക്തം ദാനം ചെയ്യുന്നതിനും സാധിക്കും. ശനി മുതൽ വ്യാഴം വരെ രാവിലെ 8 മുതൽ രാത്രി 8 വരെ ആളുകൾക്ക് രക്തം ദാനം നടത്താം. വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് സമയം. രക്തദാനത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു. മേഖലയിലെ തങ്ങളുടെ വിമാന സർവീസുകൾ മുഴുവനായും പുനരാരംഭിച്ചതായും ഷെഡ്യൂൾ സാധാരണ നിലവിലായതായും ഒമാൻ എയർ സ്ഥിരീകരിച്ചു. വിമാനങ്ങൾക്ക് ചെറിയ കാലതാമസങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂവെന്ന് എയർലൈൻ അറിയിച്ചു. ഈ സമയത്ത് ഞങ്ങളുടെ അതിഥികളുടെ സഹകരണത്തിന് ആത്മാർത്ഥമായി നന്ദി പറയുന്നുവെന്ന് ഒമാൻ എയർ പ്രസ്താവനയിൽ പറയുന്നു. റദ്ദാക്കലുകളിൽ ബുദ്ധിമുട്ടുന്ന യാത്രക്കാരെ സഹായിക്കുന്നതിനായി കോൾ സെന്ററുകളും പ്രധാന വിമാനത്താവളങ്ങളും അതിജീവനക്കാരെ വിന്യസിപ്പിച്ചിട്ടുണ്ടെന്നും ഒമാൻ എയർ ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു. ഗ്ലോബൽ ഫ്ലാഷ് സെയിലിന്റെ ഭാഗമായി കേരള സെക്ടറുകളിൽ ഉൾപ്പെടെ മികച്ച ഓഫറുമായി ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ ഇക്കണോമി ക്ലാസ് നിരക്കുകളിൽ 20% വരെ ഓഫറാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്ടേക്ക് 30 റിയാൽ, കൊച്ചിയിലേക്ക് 35 റിയാൽ, തിരുവനന്തപുരത്തേക്ക് 42 റിയാൽ എന്നിങ്ങനെയാണ് നിരക്കുകൾ തുടങ്ങുന്നത്. ജൂലൈ 2 വരെയാണ് ഫ്ലാഷ് സെയിൽ ഓഫർ. സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 15 വരെയാണ് യാത്രാ കാലാവധി. ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിലേക്കും ഓഫറുകൾ ലഭ്യമാണ്. മുംബൈ, ചെന്നൈ, ഡൽഹി, ഗോവ, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് 25ഉം ലക്നൌവിലേക്ക് 45 റിയാലുമാണ് ടിക്കറ്റ് നിരക്കുകൾ തുടങ്ങുന്നത്. അതേസമയം നിലവിൽ കേരള സെക്ടറുകളിൽ അടക്കം കുറഞ്ഞ നിരക്കിൽ ഒമാൻ എയറിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. ജൂലൈ 23-ന് കോഴിക്കോട്ടേക്ക് 7 കിലോ ഹാൻഡ് ബാഗേജ് മാത്രമായി 30 റിയാൽ താഴെയാണ് നിരക്ക്. ക്യാബിൻ പാക്കേജ് 20 കിലോ ഉണ്ടെങ്കിൽ 5 റിയാൽ കൂടുതൽ നൽകണം. ബാഗേജ് 30 കിലോ തന്നെ ആണെങ്കിൽ 22 റിയാൽ അധികം നൽകണം. തിരുവനന്തപുരത്തേക്ക് 42 റിയാലും കൊച്ചിയിലേക്ക് 35 റിയാലുമാണ് സീറോ ബാഗേജ് ടിക്കറ്റ് നിരക്കുകൾ വെബ്സൈറ്റിൽ കാണിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒമാൻ എയറിന്റെ ഗ്ലോബൽ ഫ്ലാഷ് സെയിൽ അനുഗ്രഹമാകും. സലാം എയറിലും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാകും. ഒമാനിൽ മാസപ്പിറവി നിർണയത്തിനുള്ള സുപ്രധാന സമിതി ഇന്ന് യോഗം ചേരും. ഹിജ്റ വർഷാരംഭമായ മുഹറം മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് എങ്ങും നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒമാനിൽ ഇന്ന് ദുൽഹിജ്ജ 29 ആണ്. മാസപ്പിറ കാണുന്നവർ വിവിധ ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ അറിയിക്കണമെന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. 24644403 2464447070 2464440004 2464440015. അതേസമയം ഒമാനിൽ ജൂൺ 29 ഞായറാഴ്ചയാണ് ഹിജ്റ വർഷാരംഭം പ്രമാണിച്ചുള്ള ഔദ്യോഗിക അവധി ദിനം. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിച്ച് ഇൻകാസ് ഒമാൻ. ഇൻകാസ് ഒമാൻ വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൽ മനാഫ് ഉണ്ണിയാലുക്കൽ റോവിയിലും കോപകുമാർ വേലായുധൻ നിസ്വയിലും ഇൻകാസ് സംഘടിപ്പിച്ച ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായി UDF നേടുന്ന ഉപതിരഞ്ഞെടുപ്പ് വിജയങ്ങൾ കേരള ജനത ഇപ്പോഴത്തെ ഇടത് സർക്കാരിന് നൽകുന്ന ശക്തവും വ്യക്തവുമായ രാഷ്ട്രീയ സന്ദേശമാണ് എന്ന് മനാഫ് ഉണ്ണിക്കാലുക്കൽ പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് അയവ് വന്നതോടെ ഗൾഫിൽ വ്യോമഗതാഗതം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. ഇറാൻ വ്യോമപാത ഭാഗികമായി തുറന്നിട്ടുണ്ട്. രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായി
വിവിധ വിമാന കമ്പനികൾ അറിയിച്ചു. അതേസമയം ഇന്നലെ വിവിധ കേരള സെക്ടറുകളിൽ നിന്ന് ഒമാനിലേക്കുള്ള നിരവധി സർവീസുകൾ വൈകി. വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് വിമാനം വൈകുന്ന വിവരം യാത്രക്കാർ അറിയുന്നത്. ഇന്നു മുതൽ വിമാനങ്ങൾ സാധാരണ നിലയിൽ സർവീസ് നടത്താനാകുമെന്നാണ് എയർലൈനുകൾ നൽകുന്ന വിവരം. ഖത്തറിലെ US വ്യോമതാവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനു ശേഷം വെടിനിർത്തൽ പ്രഖ്യാപനവും വന്നു. എന്നാലും വ്യോമഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഇതിനാൽ തന്നെ കേരളത്തിൽ നിന്നുള്ള ചില വിമാനങ്ങൾ മസ്കത്തിലേക്ക് വഴിതിരിച്ചുവിട്ടിരുന്നു. നിരവധി രാജ്യങ്ങളുടെ വ്യോമാതിർത്തികൾ ഹ്രസ്വമായി അടച്ചതിനാൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തു. UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ നിരവധി യാത്രക്കാർക്ക് ഈ പ്രശ്നം കാരണം കാലതാമസം നേരിട്ടു. വരും ആഴ്ചയും കാലതാമസം പ്രതീക്ഷിക്കണമെന്ന് ചില വിമാന കമ്പനികൾ ആളുകളെ ഉപദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഒമാനെ സാരമായി ബാധിച്ചിരുന്നില്ല. രാജ്യത്തു നിന്നുള്ള വിമാനങ്ങൾ ഏറെക്കുറെ സാധാരണ നിലയിലായിരുന്നു. മസ്കത്ത് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ കാറിന് തീപിടിച്ചു. മബേല സൗത്തിലാണ് കാർ കത്തി നശിച്ചത്. പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വാഹനങ്ങളുടെ പതിവ് അറ്റകുറ്റപ്പണികൾ ഉറപ്പുവരുത്തണമെന്ന് അതോറിറ്റി ആവശ്യപ്പെട്ടു. മറ്റൊരു സംഭവത്തിൽ തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ സൂർ വിലായത്തിൽ വാണിജ്യ സ്ഥാപനത്തിന് തീപിടിച്ചു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. കടയിലെ നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു. വലിയ നാശനഷ്ടം കണക്കാക്കുന്നു. സലാലയിലെ ഇളനീർ കടകളിൽ പരിശോധനയുമായി അധികൃതർ. ധോഫാർ ഗവർണറേറ്റിലെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ധോഫാർ മുനിസിപ്പാലിറ്റിയുടെയും ലേബർ ഡയറക്ടറേറ്റ് ജനറലിന്റെയും ഏകോപനത്തോടെയാണ് സംയുക്ത പരിശോധനാ ക്യാമ്പയിൻ നടത്തിയത്. സുരക്ഷിതമായ ഉപഭോക്തൃ വിപണി ഉറപ്പുവരുത്തുന്നതിനും മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിശോധന. 56 സ്റ്റാളുകളിൽ പരിശോധന നടത്തുകയും നിരവധി ലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. വാഴപ്പഴം പഴുക്കാൻ ഉപയോഗിച്ചതായി കരുതുന്ന നിരോധിത രാസവസ്തുക്കൾ അധികൃതർ പിടിച്ചെടുത്തു. കൂടാതെ തേങ്ങാ പാനീയങ്ങളിൽ നിയമവിരുദ്ധമായി പഞ്ചസാര ചേർക്കുന്നതായും കണ്ടെത്തിയ വ്യക്തികളെയും പിടികൂടി. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ ഇൻകാസ് സലാല റീജിയണൽ കമ്മിറ്റിയുടെ ആഘോഷം സംഘടിപ്പിച്ചു. ഇൻകാസ് സലാല റീജിയണൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് ദീപക് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഇൻകാസ് നാഷണൽ കമ്മിറ്റി അംഗം ബാബു കുറ്റിയാടി ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണം നിലമ്പൂരിലെ ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നും പിണറായി വിജയൻ രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സീനിയർ നേതാവ് രഘുനാഥ് കേക്ക് മുറിച്ചു. അനിൽകുമാർ, നവദീപ് നന്ദൻ തുടങ്ങിയവർ ആശംസ അറിയിച്ചു. മധു കോളോത്ത് നന്ദി പ്രകാശിപ്പിച്ചു. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സംരംഭമായ നാഷണൽ റീഹാബിലിറ്റേഷൻ ഹൗസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. പ്ലാനിംഗ് ആൻഡ് ഹെൽത്ത് റെഗുലേഷൻ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് അൽ മന്ദിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. അദ്ദേഹമാണ് കേന്ദ്രത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത്. മേഖലയിലെ പുതിയ സാഹചര്യങ്ങൾക്ക് പിന്നാലെ കരുത്തുകാട്ടി രൂപ. ഇന്ത്യൻ രൂപയുടെ മൂല്യം വർദ്ധിച്ചതോടെ വിനിമയ നിരക്ക് നേരിയ തോതിൽ കുറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു ഒമാനി റിയാലിന് 222.75 ഇന്ത്യൻ രൂപയാണ് ഒമാനിലെ വിവിധ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. രാവിലെ നിരക്ക് 223.75 ആയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 225.25 രൂപ വരെയാണ് ലഭിച്ചിരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് US ഡോളർ ദുർബലപ്പെട്ടത്. ഇതോടെ രൂപയുടെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി. ആഗോള ക്രൂഡ് ഓയിൽ നിരക്കിലെ ചാഞ്ചാട്ടവും വിനിമയ നിരക്കുകളിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഈ മാസം 14-ന് മേഖലയിൽ സംഘർഷം ആരംഭിച്ചതു മുതൽ ഡോളർ തുടർച്ചയായി ശക്തി പ്രാപിച്ചിരുന്നു. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ ഡോളർ സൂചിക 97.7 ആയി കുറഞ്ഞു. ഇത് അടുത്തിടെ ഉണ്ടായിരുന്ന 98.99 നിലവാരത്തിൽ നിന്ന് താഴെയാണ്.
കഴിഞ്ഞ 30 ദിവസമായി ഇന്ത്യൻ രൂപ ഒമാൻ റിയാലിനെതിരെ 223 റിയാലിന് മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ ഒരു മികച്ച അവസരമായിരുന്നു. ഈ അവസരം ഉപയോഗിച്ച് പ്രവാസികൾ വലിയ തോതിൽ പണം നാട്ടിലേക്ക് അയച്ചിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി സാധാരണയായി കണ്ടുവരുന്നതിനേക്കാൾ ഉയർന്ന അളവിലാണ് പണം കൈമാറ്റം നടന്നതെന്ന് മണി എക്സ്ചേഞ്ച് വ്യവസായ വൃത്തങ്ങൾ അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.